ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മുടെ വാഴക്കൂമ്പ് വെച്ചുള്ള ഒരു ഉപ്പേരി. വാഴക്കൂമ്പ് മാത്രം വെച്ചിട്ട് നിങ്ങൾ പലരും ഉപ്പേരി വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വാഴക്കൂമ്പും വൻപയറും കൂടി വെച്ചിട്ടുള്ളൊരു പ്രത്യേകതരം റെസിപ്പിയാണ്. ഇത്രയും രുചികരവും വെറൈറ്റി ആയിട്ടുള്ള ഇതിൻ്റെ ഒരു വേർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നുള്ള റെസിപ്പി എല്ലാം കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ബെൽ ബട്ടൺ അമർത്താനൊന്നും മറന്നു പോണ്ട. അപ്പം നമുക്ക് വാഴക്കൂമ്പ് ഉപ്പേരി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. വാഴക്കൂമ്പും വൻപയറിൻ്റെ ഒരു കോംബോ. ഓക്കെ, വാഴക്കൂമ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് പുറത്തുനിന്നൊക്കെ വരുമ്പോൾ അതിനൊരു വൃത്തിയൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നല്ലോണം വെള്ളം ഒഴിച്ച് അതിൻ്റെ പോളയൊക്കെ ഒന്ന് കുറച്ച് നീർത്തിയിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതുപോലെ നമ്മുടെ ഉപ്പേരിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിതാ വൻപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. 2-3 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഇത് വെള്ളത്തിലിടണം. കത്തി വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വാഴക്കൂമ്പ് അരിയുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളതൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് ഇടുന്നത്. ചെറിയൊരു കറയുണ്ടാകും ഇതിന്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് നേരെ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ഈ പൂവൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല കേട്ടോ, ഇതെല്ലാം നമ്മൾ കളയണം. അതേപോലെ അരിഞ്ഞരിഞ്ഞ് വരുമ്പോൾ അറിയാൻ പറ്റും, കുറച്ച് കട്ടി കൂടിയ പുറംഭാഗമാണെങ്കിൽ അതും നമ്മൾ അരിയാൻ എടുക്കത്തില്ല. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അരിഞ്ഞരിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്കുള്ള നല്ല മൃദുവായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മളിതാ അരിഞ്ഞെടുത്ത വാഴക്കൂമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് കറ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഒരു കുറച്ച് നേരം വെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ, അപ്പോഴത്തേക്ക് ഒന്ന് ഉഷാറായി വന്നോളൂ. നമുക്ക് ഈ നേരം ബാക്കിയുള്ള പരിപാടി, ഇതിൻ്റെ ബാക്കിയുള്ള എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള, നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാനുള്ള മെയിൻ ഐറ്റംസാണ് നമ്മുടെ വാഴക്കൂമ്പ് വെള്ളത്തിലേക്ക് പരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ ഒരു 2-3 മണിക്കൂറെങ്കിലും മുക്കി വെച്ചിരിക്കുന്ന വൻപയർ, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു 7-8 ചുവന്നുള്ളി, പിന്നെ കുരുമുളക് മസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കുറച്ച് പൊടികൾ കൂടി ഇടുന്നുണ്ട്, പക്ഷേ കുരുമുളക് മറന്നു പോകാനേ പാടില്ല. നമ്മൾ ഒരു ഇത്രയും പോർഷൻ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മളപ്പോൾ തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന വൻപയറും വാഴക്കൂമ്പും അതിലേക്ക് ആവശ്യമായുള്ള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടുപ്പിക്കും. അതിനുശേഷമാണ് നമ്മൾ തോരൻ താളിച്ചെടുക്കുന്നത്. ഒരു നെകക്കനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വിസിലടിപ്പിക്കാം. നല്ലോണം ഒന്ന് എല്ലാം കൂടി ഇളക്കിയിട്ട് വേണം അത് വെക്കാൻ. ഇപ്പം നമ്മൾ പാനൊക്കെ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വൻപയറും വാഴക്കൂമ്പെല്ലാം നല്ലോണം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ. ഇനി നമുക്ക് കടുക് ആഡ് ചെയ്യാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് തോരൻ താളിക്കാൻ വേണ്ടിയുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നമ്മൾ ഇടുന്നത് കുറഞ്ഞ ഐറ്റംസേ നമ്മൾ ഈ ഉപ്പേരിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇപ്പം കുക്കിങ്ങിൽ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ് ഈ വാഴക്കൂമ്പ്. അപ്പം നോർമലി വാഴക്കൂമ്പ് മാത്രം ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും വാഴക്കൂമ്പും വൻപയറും എല്ലാം കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ. അതൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഒരു ചോറുണ്ണാനാണെങ്കിൽ അത് മാത്രം മതി. നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളകാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. വേറെ മുളക് പൊടിയോ പച്ചമുളക് അതൊന്നും അല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, കുരുമുളക് തന്നെ ആഡ് ചെയ്യുക. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഫ്ലേവർ വരും. ഈ ചുവന്നുള്ളിയും കുരുമുളകും എല്ലാം കൂടി അങ്ങ് മൊരിഞ്ഞ് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ട് നേരത്തെ വെച്ചിരിക്കുന്ന എന്താണ് വൻപയറും നമ്മുടെ വാഴക്കൂമ്പ് എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പുറത്ത് നല്ല മഴ ഉണ്ട്, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഈ അടുക്കളയിലേക്ക് വരെ കാറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് മഴ പെയ്യുന്ന കാരണം പറയുന്നതെല്ലാം കേൾക്കാൻ തോന്നുന്നു അല്ലേ? ഞങ്ങളാണ് ഇവിടെ ജനാലയൊക്കെ തുറന്നിട്ടിരിക്കുക, ഇല്ലെങ്കിൽ വെളിച്ചം മര്യാദയ്ക്ക് കയറത്തില്ലല്ലോ. ഒരുപാട് ഇളക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇതൊന്ന് വെള്ളം മൊത്തം ഒന്ന് വറ്റി വരണം. നമ്മൾ വേവിക്കാൻ എടുത്തുകൊണ്ടാണ് ഇത്രയും വെള്ളം. ആ ഓപ്പൺ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ തോരൻ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുഴമ്പ് രൂപത്തിലുള്ളൊരു തോരനാണ്. ശരിക്കും പറഞ്ഞൊരു ചോറൊക്കെ കഴിക്കാൻ ഇവന് ഒറ്റൊരുതം ധാരാളമാണ്. നല്ല കുരുമുളക് പൊടിയുടെ ഫ്ലേവറും നല്ല ചെറിയുള്ളി വഴന്നു വന്നതിൻ്റെ മണവും നല്ല ഭംഗി, നല്ല ടേസ്റ്റും ഉള്ളൊരു റെസിപ്പി. ഇനി ഇതാ നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഐറ്റാണ് നമ്മുടെ പച്ച വെളിച്ചെണ്ണ. അതായത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയെന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് പാർന്നു കൊടുക്കുക. അപ്പോൾ ടേസ്റ്റ് ഇരട്ടിയാവും. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചൂടുള്ളതിലേക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരമാണല്ലോ, ചൂടുള്ള ഈ കൂട്ടിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി വരുമ്പോണ്ടല്ല നല്ലൊരു മണം.